സ്വന്തം വീട്ടുമുറ്റത്ത് ചോളം കൊണ്ട് മഴവില്ല് തീർത്ത് ഒരു വീട്ടമ്മ 10 സെന്റ് വീട്ടുവളപ്പിൽ മഴവിൽ ചോളം കൃഷി ചെയ്ത് വിജയഗാഥ തീർത്തിരിക്കുകയാണ് റൈഹാനത്ത്. എടവണ്ണ പത്തപ്പിരിയത്താണ് മഴവിൽ ചോളത്തോട്ടമുള്ളത്. ആദ്യ പരീക്ഷണത്തിൽ തന്നെ മികച്ച വിളവ് ലഭിച്ച മഴവിൽ ചോളത്തിൽ വിജയഗാഥ തുടരാനാണ് റൈഹാനത്തിന്റെ തീരുമാനം. മലപ്പുറം ജില്ലയിലെ എടവണ്ണയ്ക്കടുത്ത് പത്തിരിപ്പിയത്തെ റൈഹാനത്തിന്റെ വീട്ടുവളപ്പിലെത്തിയാൽ വിണ്ണിലെ മഴവില്ല് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണോ എന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് മനോഹാരിതയാണ് റൈഹാനത്തിന്റെ മഴവിൽ ചോളത്തോട്ടം. പല നിറങ്ങളിലുള്ള ചോളങ്ങൾ 10 സെന്റ് സ്ഥലത്ത് വിളഞ്ഞു നിൽക്കുന്നു. ഒന്നും രണ്ടുമല്ല, 150 ചോളത്തൈകളാണ് മുറ്റത്തിങ്ങനെ കുലച്ചു നിൽക്കുന്നത്. 6 മാസം മുൻപ് വാങ്ങി വിത്ത് മുളപ്പിച്ച് ആദ്യ കൃഷി പരീക്ഷണത്തിനിറങ്ങിയ റൈഹാനത്തിന്റെ വിജയഗാഥ അവിടെ തുടങ്ങുകയായിരുന്നു. മഴവിൽ ചോളം റെയിൻബോ കോൺ. ഇത് നമ്മള് എന്താ പറയാ, കൃഷി ചെയ്ത് രണ്ടാമത്തെ വിളവാണ്. ആദ്യം ഒരു 6 മാസം മുമ്പ് കുറച്ച് വിത്തുകൾ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടി. 3 ഗ്രൂപ്പുകളിൽ നിന്നാണ് കിട്ടിയത്. ഹരിത കേരളം, ഹോപ്പ്, കൃഷിഭവനം ഇതിലെ അഡ്മിന്മാരാണ് വിത്ത് വിതരണം ചെയ്ത്. ഞാനത് വാങ്ങി നട്ട് നല്ല എന്താ പറയാ, ഒരു മഴക്കാലത്തായിരുന്നു. നല്ല ചെടികളായി വളർന്നു. ഇങ്ങനെ വിളവെടുത്തു. അപ്പൊ ഭയങ്കര സന്തോഷം, നല്ല കളർഫുൾ ആയി കിട്ടിയപ്പോ. കൃഷി പാഷനായി കൊണ്ടു നടക്കുന്ന റൈഹാനത്തിന് എന്നും പുതുമകളിലാണ് താല്പര്യം. ഓരോ സമയത്തും വെറൈറ്റി ആയിട്ടുള്ള ഒരു വിളയെങ്കിലും റൈഹാനത്ത് കൃഷി ചെയ്യും. അങ്ങനെയാണ് മഴവിൽ ചോളത്തിന്റെ വിത്ത് സംഘടിപ്പിച്ച് ആദ്യ പരീക്ഷണം നടത്തിയത്. വിത്ത് നട്ട ശേഷം വളർന്നു വരുമ്പോൾ നിറം മാറി വരുന്നതാണ് മഴവിൽ ചോളം വിത്തുകളുടെ പ്രത്യേകത. ചോളച്ചെടികളുടെ ജനിതകഘടനയിൽ നടക്കുന്ന ഒരു അക്രമമാണ് ഈ നിറം മാറ്റത്തിന് കാരണമെന്ന് ശാസ്ത്രം. ഒരു കുലയിൽ തന്നെ വിവിധ നിറങ്ങളിലുള്ള ധാന്യമണികളാണ് മഴവിൽ ചോളത്തിന്റെ പ്രത്യേകത. വളമിട്ട് നന്നായി പരിചരിച്ചാൽ മാത്രമേ മഴവിൽ ചോളം പ്രതീക്ഷിച്ച രീതിയിൽ വിളവ് നൽകുവെന്ന് റൈഹാനത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. നല്ല വെയിലും നല്ല വളവുമാണ് വിളവിന്റെ ആധാരം. സമൂഹ മാധ്യമ കൂട്ടായ്മ വഴി 6 മാസം മുൻപാണ് ഇതിന്റെ വിത്ത് റൈഹാനത്ത് സംഘടിപ്പിച്ചത്. പിന്നെ കൃഷി ആരംഭിച്ചു. 3 മാസം കൊണ്ട് തന്നെ വലിയ വിളവ്. അതോടെ വളരെ ഗൗരവമായി തന്നെ കൂടുതൽ തൈകൾ നട്ടു. ഇത്തവണ കൂടുതൽ വിളവും കിട്ടി. പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ലൊരു കാര്യം, നല്ല പോഷകങ്ങൾ കൊടുത്താലേ ഈ കളറിലും ഇത്ര ഭംഗിയിലും കിട്ടുള്ളൂ. അത് കാൽസ്യം, പൊട്ടാസ്യം, ബോറോണ് തുടങ്ങിയ നല്ല പോഷകങ്ങളും. അല്ലാതെ ഒരുപാട് ഒരു ചെടി വളരണമെങ്കിൽ 10-17 മൂലകങ്ങൾ ആവശ്യമുണ്ടല്ലോ. അങ്ങനെ എല്ലാ മൂലകങ്ങളും കൂടാതെ കാൽസ്യത്തിനും പൊട്ടാസ്യത്തിനും ബോറോണിനും കൂടുതൽ പ്രാധാന്യമുണ്ട്. അതേപോലെ നല്ല കമ്പോസ്റ്റും കൊടുത്ത് നല്ല കളറിലൊക്കെ കിട്ടണമെങ്കിൽ പിന്നെ ജൈവമായിട്ട് ചെയ്താൽ തന്നെയാണ് ഇത്ര നല്ല കളറിലേക്ക് വരുള്ളൂ. രാസമിട്ടിട്ടുണ്ടെങ്കിൽ ഈ കളറിലേക്കും വരാൻ സാധ്യത കുറവാണ്. മലയാളത്തിൽ മഴവിൽ ചോളം എന്ന് പറയുന്ന ഗ്ലാസ് ജം കോൺ ഇന്ത്യയിലെത്തിയിട്ട് അധികമായിട്ടില്ല. കേരള വിഷൻ, നിലമ്പൂർ.